നീതിപീഠത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രബീർ പുറകായസ്ഥ. ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകനാണ്, രാജ്യമേറെ ആദരിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്, ശാസ്ത്ര പ്രചാരകനാണ്, ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പുരോഗമന ആശയങ്ങളെ ഏറ്റവും ശക്തൻ. മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് മോദി സർക്കാർ നടപ്പാക്കുന്നത് എന്ന ഏറ്റവും വലിയ വിമർശനം ആ സർക്കാരും BJP നേരിടുന്ന ഘട്ടത്തിൽ അതിൻ്റെ മറ്റൊരിരയാണ് തടവറകൾ പൊളിയുന്നു എന്നതായി എഴുതി കാട്ടുന്നത് പോലത്തെ ഒരു സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ. അതായത് 2023 ഒക്ടോബർ 3 പ്രബീർ പുർകായസ്ഥയെ പിടികൂടുന്നത്, ജയിലിലടയ്ക്കുന്നത് റെയ്ഡിനു ശേഷം. 2021 മറ്റിൽ ന്യൂസ് ക്ലിക്കിൻ്റെ ഓഫീസിൽ ഏറ്റവും അധിക കാലം നീണ്ട റെയ്ഡ് 5 ദിവസമായിരുന്നു. എന്തിനാണ് ആ റെയ്ഡ്? 100-ൽ പരം മണിക്കൂറുകൾ റെയ്ഡ്. ഒന്നും കണ്ടെത്താനായില്ല. എത്രയോ നാളുകളായി അന്വേഷണ ഏജൻസികൾ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനെല്ലാം നിയമപരമായി അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ അതിലൊന്നും ഗുണപരമായി പോകാൻ കഴിയാതെ വന്ന കാലത്താണ് ED എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നമുക്കറിയാം അറസ്റ്റ് വിലക്കൊക്കെ ഉണ്ടായിരുന്നു. ദില്ലി പോലീസിന് നേരെ കോടതിയുടെ വിലക്ക്. പക്ഷേ EDയുടെ നിയമങ്ങൾ നമുക്കറിയാം, അത് ആദ്യഘട്ടങ്ങളിൽ നീതിപീഠങ്ങൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത വിധം ശക്തമാണല്ലോ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED ഉപയോഗിച്ചുകൊണ്ട് പുറകായസ്ഥയെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ അറസ്റ്റൊക്കെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ പരാമർശങ്ങൾ ഓർമ്മയില്ലേ? മോദി സർക്കാരിന്റെ മുൻപിലേക്ക് മുഖത്തേറ്റ അടിയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് അന്ന് നമ്മൾ ചർച്ചയിൽ സംസാരിച്ചപ്പോൾ പറയും, ഇത് മോദി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയെന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒക്ടോബറിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നു. മെയ് 10-ാം തീയതിയോ മറ്റുമാണ് അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു വലിയ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. വളരെ ശക്തമായി തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അടിയന്തരാവസ്ഥയിൽ തന്നെ 1 വർഷക്കാലത്തോളം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ അതിനും ഭയാനകമായ ഒരു കാലമാണ് എന്നാണ് അദ്ദേഹം അടയാളപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പോരാട്ടത്തിന്റെ പേരാണ് പ്രബീർ പുർകായസ്ഥ. ആ പോരാട്ടത്തിന്റെ, ആ ജീവിത പോരാട്ടത്തിന്റെ നാൾവഴികളൊന്ന് കണ്ടാലോ? അതാണ് കീപ് ഇറ്റ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേര്. അത്ര വലിയ പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത്. തീർച്ചയായും മനു പറഞ്ഞ പോലെ നമുക്ക് ആ നാൾവഴികൾ പ്രധാനമാണ്, അല്ലേ? പ്രബീർ പുർകായസ്ഥയും ദില്ലി പോലീസും നേർക്കുനേർ കണ്ടത് 2023 ഒക്ടോബർ 3 മാത്രമല്ല, 48 കൊല്ലത്തെ ചരിത്രമുണ്ടതിന്. 1975 സെപ്റ്റംബർ 25 രാജ്യം അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭത്തിൽ തിളച്ചുമറിയുമ്പോഴായിരുന്നു അത്. അന്ന് JNUവിൽ PG വിദ്യാർത്ഥിയായിരുന്ന പ്രബീർ പുർകായസ്ഥയെ ഒരു കറുത്ത അംബാസിഡർ കാറിലെത്തി SFIയുടെ സമരമുഖത്ത് വെച്ച് ഒരു സംഘം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. യൂണിഫോം ധരിക്കാതെ വന്ന പോലീസുകാരായിരുന്നു അതെന്നും ദില്ലി പോലീസിലെ DIG ആയിരുന്ന PS ബിന്ദറും അതിലുണ്ടായിരുന്നുവെന്ന് പ്രബീർ പിന്നീട് എഴുതിയിട്ടുണ്ട്. മാസങ്ങളോളം പ്രബീറിനെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ പ്രബീറിനായി തെരുവിലിറങ്ങി. 1 വർഷത്തിലേറെ കാലം ജയിലിനകത്തായിരുന്ന പ്രബീർ PGയുടെ വൈവ ഉൾപ്പെടെ പൂർത്തിയാക്കിയത് ജയിലിൽ കിടന്നുകൊണ്ടായിരുന്നു. ശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗഹനമായ അറിവും ശക്തമായ രാഷ്ട്രീയ നിലപാടുമുള്ള എഞ്ചിനീയറും മാധ്യമപ്രവർത്തകനുമായി പ്രബീർ പുർകായസ്ഥ വളരെ പെട്ടെന്ന് തന്നെ രാജ്യമാകെ അറിയപ്പെട്ടു. നവലിബറൽ കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം എങ്ങനെ നേരിട്ട് മുതലാളിത്തത്തെ സഹായിക്കുന്നുവെന്ന് അന്വേഷിക്കുന്ന അദ്ദേഹത്തിന്റെ നോളജ് ആസ് കോമൺസ് എന്ന പുസ്തകം പ്രസിദ്ധമാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെയും ആണവ വിരുദ്ധ ഭരണകൂട വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടങ്ങളെയും ത്വരിതപ്പെടുത്തുന്ന ചിന്തകനും കോളമിസ്റ്റുമായും അദ്ദേഹം അറിയപ്പെട്ടു. 2009 പുർകായസ്ഥ ആരംഭിച്ച ന്യൂസ് പോർട്ടൽ ന്യൂസ് ക്ലിക്കും ജനകീയ ശാസ്ത്ര പ്രചരണത്തിനും ശാസ്ത്രീയ ചരിത്രചിന്തയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. രാജ്യത്തെ വിദ്വേഷ രാഷ്ട്രീയം ഭരണകൂട രൂപമാർജിച്ചപ്പോൾ ന്യൂസ് ക്ലിക്ക് രചനാത്മകമായ പോരാട്ടങ്ങൾ ശക്തമാക്കി. സ്വയം അടിയന്തരാവസ്ഥ ഭരിച്ച മാധ്യമങ്ങൾ മോദിയുടെ കാൽക്കീഴിൽ അഭയം തേടാൻ മത്സരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയെ നേരിട്ട പ്രബീറിന്റെ ന്യൂസ് ക്ലിക്ക് ഒരു ബദൽ പോരാട്ട മാധ്യമ ചരിത്രം സൃഷ്ടിച്ചത്. പൗരത്വ ഭേദഗതി നിയമവും കർഷക പ്രക്ഷോഭവും മണിപ്പൂരും അതിന്റെ തീവ്രത ഒട്ടും ചോരാതെ ന്യൂസ് ക്ലിക്കിന്റെ മൗസ് ക്ലിക്കിലൂടെ പ്രത്യക്ഷമായി. അതോടെ പ്രബീർ സംഘപരിവാർ കണ്ണിലെ കരടുമായി. 2021 വിവിധ ഏജൻസികൾ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് പുനർജനിച്ചു. ചൈനയുമായി ബന്ധമുള്ള അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് സിംഗത്തിൽ നിന്നും നിയമാനുസൃത വഴിയിലൂടെ ഫണ്ട് ലഭിച്ചതിന്റെ സകല രേഖകളും ഹാജരാക്കിയിട്ടും ചൈന എന്ന ഒറ്റപ്പേരിൽ തൂങ്ങി UAPA ദുരുപയോഗം ചെയ്താണ് പ്രബീറിനെ മോദി സർക്കാർ അറസ്റ്റ് ചെയ്തത്. പ്രബീർ പുർകായസ്ഥയുടെ ആത്മകഥയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കീപ്പിംഗ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് എന്ന പുസ്തകം അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. എല്ലാ തലമുറയും അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ? ആ ചോദ്യത്തിന് സുപ്രീം കോടതി നൽകുന്ന ഉത്തരമാകുന്നു പ്രബീറിന്റെ മോചന ഉത്തരവ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.